ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. രാജഗിരി ക്വാറിയിൽ നിന്ന് മെറ്റലുമായി പോവുകയായിരുന്ന ടോറസ് ലോറി കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം വിട്ടുകൊടുക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ അടങ്ങിയ സംഘം പോലീസുമായി വാക്കേറ്റവും വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധവും ഉണ്ടായി. പ്രതിഷേധക്കാരെ പോലീസുകാർ നീക്കം ചെയ്തു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. രാജഗിരി ക്വാറിയിൽ നിന്ന് കല്ലുമായി വന്ന ടോറസ് ലോറി കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വാഹനം വിട്ടുകൊടുക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വാർഡ് മെമ്പർ ഷാൻഡി കലാധരനും പ്രതിഷേധിച്ചു. കോൺഗ്രസ് നേതാക്കളായ മഹേഷ് കുന്നുമ്മൽ, ജെയ്സൺ പൂക്കളത്തിൽ, മനോജ് വടക്കേൽ, സലീം തേക്കാട്ടിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തി. തുടർന്ന് സമരക്കാരെ പോലീസുകാർ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ഇതിനെതിരെ പ്രതിഷേധിച്ച ആളുകളെ ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഗോപിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ SP-ക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ്, അതായത് GST ഇൻ്റലിജൻസിനും നമ്മൾ പരാതി കൊടുത്തിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ അത് പരാതി കൊടുത്തത് രാജഗിരിയിലെ കബനി ബ്ലൂ മെറ്റൽസിനെതിരെയാണ്. അവർ അനധികൃതമായി രാജഗിരിയിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അതിൽ പാസ് എടുക്കാതെ വൻതോതിൽ രാജഗിരിയിലെ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നതാണ് നമ്മുടെ പരാതി. 10 ദിവസമായി പരാതി കൊടുത്തിട്ട് SP-ക്ക് കൊടുത്ത പരാതിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളെ ചെറുപുഴ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നു. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ രേഖപ്പെടുത്തി. അന്ന് ഞങ്ങൾ ചെറുപുഴ CIനെ വന്ന് കണ്ടിരുന്നു. CIയോട് വന്നിട്ട് ഞങ്ങളുടെ ഈ വണ്ടി ഇങ്ങനെ നിയമപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകും, നിങ്ങൾ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അന്നും പറഞ്ഞത് തിരക്കാണ്, മറ്റു കാരണങ്ങളാണൊക്കെ പറഞ്ഞ് വണ്ടി തടയാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളേതായാലും ഇന്നലെ നോക്കുമ്പോഴും മിനിങ്ങാൻ നോക്കുമ്പോഴും ഒക്കെ രാജഗിരിയിൽ നിന്ന് പോകുന്ന വണ്ടിക്ക് പാസ് എടുക്കുന്നുണ്ട്. പക്ഷേ രാവിലെ 10 മണിക്കാണ് ആദ്യത്തെ പാസ് ഇഷ്യൂ ചെയ്യുന്നവർ. അതിനു മുമ്പ് രാവിലെ 4:30 തൊട്ട് നിരവധി വണ്ടികൾ പോയതിന് ശേഷം 10 മണിക്ക് ആദ്യത്തെ പാസ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഇഷ്യൂ ചെയ്യുന്ന പാസിൻ്റെ കാലാവധി വൈകുന്നേരം 5 മണി വരെ കൊടുത്തേക്കുന്നത്. കേവലം 33 കിലോമീറ്റർ കബനി ബ്ലൂ മെറ്റൽസിൽ നിന്നും ന്യൂ സ്റ്റോൺ ക്രഷർ ചൂരലിലേക്കുള്ള ദൂരമുണ്ടതെങ്കിൽ പാസിൽ രേഖപ്പെടുത്തിയേക്കുന്ന ദൂരം 80 കിലോമീറ്ററാണ് ഒരു പാസിൽ. മറ്റൊരു പാസിൽ ഇതേ ക്രഷറിലേക്ക് ദൂരം രേഖപ്പെടുത്തിയിരിക്കുന്നത് 60 കിലോമീറ്ററിന്. അന്നേ ദിവസം തന്നെ മറ്റൊരു പാസിൽ 45 കിലോമീറ്ററിന്. ഒരു സമയം 2 മണിക്കൂറിന് ഡെസ്റ്റിനേഷൻ ദൂരം കാണിച്ചു. പക്ഷേ മറ്റൊരു പാസിൽ കാണിച്ചേക്കുന്നത് 6 മണിക്കൂറാണ്. അതായത് 10 മണിക്ക് ഇഷ്യൂ ചെയ്ത പാസിൻ്റെ സമയം കാണിച്ചേക്കുന്നത് 4 മണിക്കാണ്. അപ്പം ഈ 4 മണിക്കൂർ കേവലം 1 മണിക്കൂറും കൊണ്ട് ന്യൂ സ്റ്റോൺ ക്രഷറിലെത്താം. അതിന് പകരം 5 മണിക്കൂർ കൂട്ടി കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ 5 മണിക്കൂറും കൊണ്ട് 2ഉം 3ഉം ട്രിപ്പ് ലോഡ് കടത്തിക്കൊണ്ട് പോകാം. ഇത് GST ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്ന നഷ്ടം എന്ന് വെച്ചാൽ ഒരു ലോഡിന് 3000-4000 രൂപയോളം 18% GST സർക്കാരിന് നഷ്ടമാകുന്നുണ്ട്. 48 രൂപ ഒരു ലോഡ് ഉൽപ്പന്നം, ഒരു ടൺ ഉൽപ്പന്നം കടന്നു പോകുമ്പോൾ റോയൽറ്റി നമ്മുടെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കെട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇവർ രേഖപ്പെടുത്തുന്ന 20 ടണ്ണാണ് ഒരു ദിവസം ഒരു വണ്ടിയുടെ ഒരു പാസിൽ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ. പക്ഷേ ആ പാസിൽ രേഖപ്പെടുത്താത്ത പോകുന്ന 36-40 ടണ്ണാണ്. അതായത് 20 ടണ്ണിൻ്റെ റോയൽറ്റി മാത്രം നോക്കിയാൽ 960 രൂപ നഷ്ടം വരുന്നുണ്ട്. 20 ടണ്ണിൻ്റെ GST ഗവൺമെൻറ് അതുപോലെ നഷ്ടമാണ്. അപ്പം കഴിഞ്ഞ ദിവസം 10 പാസ് എടുത്തു. ഒരു പാസ് എടുത്ത വണ്ടി രണ്ടാമത് റിട്ടേൺ ചെയ്തിട്ട് കാണിക്കുന്നേ ഇല്ല. കാരണം ആകെ ഒരു ദിവസം ഒരു വണ്ടിക്ക് ഒരു പാസ് കിട്ടും. പക്ഷേ ആ വണ്ടി ഒരു ദിവസം 4 ട്രിപ്പെങ്കിലും പോകുമ്പോൾ 3 ട്രിപ്പ് എക്സ്ട്രാ കണക്കിൽ രേഖയില്ലാതെ പോവുകയാണ്. ആ ഒരു ലോഡിന് മാത്രം 6000 രൂപ നഷ്ടം വെച്ച് നോക്കിയാൽ 30 ലോഡ് പോകുമ്പോൾ ഏതാണ്ട് 1,80,000 രൂപയോളം സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ട വരുമാന നഷ്ടമാണ്. പക്ഷേ ഇതിനെതിരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്തിട്ട് നടപടി എടുക്കുന്നില്ല. മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. RTO ഈ ദിവസങ്ങളെല്ലാം ചെറുപുഴയും പരിസരത്തുമായിട്ട് പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇതിനെതിരെ ഒന്നും നടപടിയെടുക്കുന്നില്ല. ഞങ്ങൾ രേഖ വെച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാലറിയാം. ഇതിൽ കാണിച്ചേക്കുന്നത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോമ്പാസ് എന്നുള്ള സൈറ്റിൽ നിന്നും ഞങ്ങൾ എടുത്തേക്കുന്ന രേഖയാണ്. 10 പാസ് അനുവദിച്ചതിനകത്ത് 3 പാസിലും 3 സമയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 10 പാസിൽ എടുത്തതിൽ 3 പാസിലുള്ള ദൂരം ഈ മാർക്ക് ചെയ്തേക്കുന്ന ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് തന്നെ ഒരേ സ്ഥലത്തേക്ക് ഒരേ ക്രഷറിലേക്ക് ഒരേ സ്ഥലത്തു നിന്നുള്ള ദൂരം കാണിച്ചേക്കുന്നത് 45, 60, 80 കിലോമീറ്ററാണ്. രാജഗിരി കമ്മാളിയിലുള്ള കബനി ബ്ലൂ മെറ്റൽസിൽ നിന്നും കണ്ണൂർ പോകാനുള്ള ദൂരമാണ് 80 കിലോമീറ്ററാണ്. അതിന് താഴോട്ട് നോക്കിയാൽ കാവുന്തല എന്ന സ്ഥലത്തേക്ക് കാണിച്ചിരിക്കുന്ന ദൂരം 11 കിലോമീറ്ററുള്ള ദൂരത്തിന് കാണിച്ചേക്കുന്നത് 40 കിലോമീറ്ററാണ്. ആ കാവുന്തലയിൽ നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറമുള്ള കാറ്റാങ്കാവൽ എന്ന സ്ഥലത്തേക്ക് കാണിച്ചിരിക്കുന്ന 60 കിലോമീറ്ററാണ്. അതായത് ഒരു കണക്കുമില്ലാതെ പാസിൽ കൃത്രിമം രേഖപ്പെടുത്തുകയാണ്. ഇന്ന് വാഹനം തടഞ്ഞു. വാഹനം തടഞ്ഞപ്പം
വണ്ടിക്കാർക്ക് അല്ലെങ്കിൽ ആ ലോറി ഉടമകൾ ചിലപ്പോൾ അവർ ഉപജീവനത്തിനായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും. അവർക്ക് 500 രൂപ 1000 രൂപ പിഴയെടുക്കുന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം. അവർക്ക് പാസ് അനുവദിക്കുന്നത് കബനി ബ്ലൂ മെറ്റൽസാണ്. അവരാണ് സമയം രേഖപ്പെടുത്തി ഓരോ ലോഡിനും വണ്ടിയിൽ ഓരോ ലോഡും കയറ്റിയതിന് ശേഷം വാഹനം പുറപ്പെടുന്ന സമയത്തിനാണ് പാസ് അനുവദിക്കേണ്ടത്. അതായത് ലോഡ് കയറ്റാൻ പോകുമ്പോഴേ പാസ് എടുക്കാൻ പാടില്ല, ലോഡ് കയറ്റിയതിന് ശേഷം പുറപ്പെടുന്ന സമയത്ത് വേണം പാസ് അനുവദിക്കാൻ. അങ്ങനെ കാണിച്ച് ഇവിടെ എത്താൻ 1 മണിക്കൂർ ദൂരം മതി. അതിനൊക്കെ കൃത്യമായ സംവിധാനത്തിലാണ് കോമ്പാസ് എന്ന സൈറ്റ് രേഖപ്പെടുന്നത്. കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും സുതാര്യമായൊരു സംവിധാനത്തിലാണ്. അതേ സൈറ്റിൽ തന്നെ ഈ നിയമലംഘനത്തിന് ഒന്നിൽ കൂടുതൽ പാസ് കൊണ്ടുപോയാൽ, പാസിൽ കൃത്രിമം കാണിച്ചാൽ, നിയമലംഘനം നടത്തിയാൽ ഈ ക്രഷറിൻ്റെയോ അല്ലെങ്കിൽ കോറയുടെയോ ഡീലറുടെയോ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പാലിക്കാനോ നോക്കുവാനോ പരിശോധിക്കാനോ ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനം തയ്യാറാകുന്നില്ല. ഇന്ന് ഞങ്ങൾ രാവിലെ വണ്ടി തടഞ്ഞപ്പം 8 മണിക്ക് തടഞ്ഞു. വാഹനം നിർത്തിയ ആൾ പറഞ്ഞു പാസ്സില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല. രണ്ടാമത്തെ വന്നു, പാസ്സില്ല. തടഞ്ഞതിന് ശേഷം ഏതാണ്ട് 8:30 ആയപ്പോഴത്തേനും പാസ് വീണ്ടും അടിച്ചു. അതായത് ഈ സൈറ്റിൽ മുൻകൂട്ടി സമയം അഡ്വാൻസ് കാണിച്ചുകൊണ്ട് അവർ പാസ് എടുത്തു, പാസ് അനുവദിച്ചു. പക്ഷേ അതിലും ഡെസ്റ്റിനേഷൻ സമയമൊക്കെ മാറ്റം വന്നു. കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 2 മണിക്കൂറായി. ആ 2 മണിക്കൂർ പോലും ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ പോലീസ് വന്നപ്പോൾ ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടത് ജിയോളജിസ്റ്റ് വരണം, എങ്കിലേ ഞങ്ങൾക്ക് ഈ കൃത്രിമം ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. RTO വരണം, പരിശോധിക്കണം. അമിതഭാരമുണ്ടെങ്കിൽ അതിൻ്റെ ലോഡ് മെഷീനിൽ പരിശോധിച്ച് രേഖപ്പെടുത്തി ഫൈൻ ഈടാക്കുകയോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്യണം. ഇങ്ങനെ പാസ് അനുവദിക്കുന്ന കമ്പനിക്കെതിരെ നടപടിയെടുക്കണം. RDO വന്ന് പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ എക്സ്പ്ലോഷൻ്റെയും പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും അങ്ങനെ സകല ഡിപ്പാർട്ട്മെൻറ്റും വന്ന് പരിശോധിച്ചിട്ടാണ് പ്രശ്നമുണ്ടായിരുന്ന കുറേ 4-5 മാസം അടഞ്ഞു കിടന്നതിന് ശേഷം കഴിഞ്ഞ മാസം തുറന്നത്. കേവലം 10-20 ദിവസം ഇപ്പം വീണ്ടും ഈ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലാണ് കൃത്രിമം നടത്തുന്നത്. പക്ഷേ നടപടി വേണം. നമ്മൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വാഹനം തടഞ്ഞ. ഒരു പക്ഷേ ഞങ്ങൾ സിവിൽ തന്നെ ചിലപ്പം വാഹനം തടയാൻ അവകാശമില്ലായിരിക്കും. പക്ഷേ പോലീസ് പാലിക്കേണ്ട നിയമം ഇവിടെ ഞങ്ങൾ പരാതി 3 ദിവസമായി ഈ സ്റ്റേഷന് മുന്നിൽ കൂടിയാണ് ഈ വണ്ടികളെല്ലാം കടന്നുപോയത്. ഒരു വണ്ടിയുടെ പാസ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, പാസ് ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കിന്ന് വാഹനം തടയാനുള്ള അവകാശവും ഉണ്ടാവില്ലായിരുന്നു, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. കാരണം ഒരു പാസ്സെങ്കിലും പരിശോധിച്ചാൽ കൃത്രിമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനി പാസ് അനുവദിക്കൂടെ. പക്ഷേ ഇതാരും പരിശോധനയ്ക്കില്ല എന്നുള്ളതിൻ്റെ ഉറപ്പിലാണ്. ഈ ദിവസം ഈ കഴിഞ്ഞ ആഴ്ച തന്നെ RTO ഈ ലേഖനത്തിൽ പരിശോധനയ്ക്കുണ്ടായിരുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. അപ്പം ബന്ധപ്പെട്ടവർ നിയമം പാലിക്കേണ്ടവർ നിയമം പാലിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നടപടിയെടുക്കണം. ഞങ്ങൾ സമരം നടത്തി ഞങ്ങൾക്കെതിരെ പരാതിക്ക് ഞങ്ങൾ ഇനി വന്ന് കോടതി കെട്ടി ചില 2000, 3000, 4000 ഞങ്ങൾക്ക് പിഴയിടേണ്ടി വരും. പക്ഷേ അത് ഒരു പക്ഷേ അതിലപ്പുറം. പക്ഷേ ഇവരിവിടെ നിന്ന് ഈ തട്ടിപ്പ് കാണിച്ചവർ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ വണ്ടി വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കടന്നുപോയി. എങ്ങനെയാണ് പരിശോധിക്കുന്നത്? അവർക്ക് ഓവർലോഡ് ഉണ്ടെങ്കിൽ പരിശോധിച്ച് തൂക്കം നോക്കിയിട്ട് വേണം പിഴയിടക്കാൻ. പോലീസ് എന്തിനാണ് ഇന്ന് പിഴയിട്ടെ നമുക്കറിയത്തില്ല. ഞങ്ങൾ ചോദിച്ചിട്ടും കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല. പോലീസ് പിഴയിട്ടുണ്ടെങ്കിൽ ബാക്കി വണ്ടികളെല്ലാം അതേപോലെ തന്നെയാണ് തുറന്നു പോകുന്നത്. 2ത്തെ വണ്ടി തടഞ്ഞു. ഇപ്പം ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വിവരം അറിയിക്കുന്ന പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യം ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ എത്തണം. കാരണം ഞങ്ങൾ രാവിലെ 8 മണി തൊട്ട് ആവശ്യപ്പെടുന്നതാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതിന് പോലീസ് നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പോകത്തില്ല. രാത്രിയായാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഈ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതെല്ലാം നിങ്ങൾക്കും പരിശോധിച്ചാൽ കിട്ടാവുന്ന രേഖകളാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിലുള്ളത്. കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാസ് ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അടുത്ത പിന്നെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതാണെന്ന് അടക്കം കൊടുത്തിട്ടാണ് ഇതിൻ്റെ മറുവശത്ത് ഉള്ളത്. അതായത് രേഖയിലില്ലാത്ത ലോഡുമായിട്ട് അല്ലെങ്കിൽ പാസ് എടുക്കാതെ പാസിൽ കൃത്രിമം കാണിച്ചാൽ അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നിയമം പാലിക്കണം. ആ നിയമത്തിന് കോടതിയിലൊന്നും പോകുന്നത് ഞങ്ങളെപ്പോലുള്ള സാധാരണ ഒരു രാജഗിരിയിലുള്ള സാധാരണക്കാരായ കുടുംബങ്ങളെ സംബന്ധിച്ച് അവനവൻ്റെ ഉപജീവനപരമായ ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയൊരു മാഫിയകളോട് ഞങ്ങൾ കോടതിയിൽ പോകുക പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നിയമം പാലിക്കാൻ ആവശ്യപ്പെടും. നിയമം പാലിച്ചാൽ 50,000 മെട്രിക് ടണ്ണാണ് ഒരു വർഷം ഈ കോറിയിൽ നിന്ന് ലോഡ് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ തന്നെ ഒരു ദിവസം 500-1000 വെച്ചാണ് പോകുന്നത്. കേവലം 50-55 ദിവസം കൊണ്ട് അവർക്ക് കിട്ടിയ പരിധി കഴിയും. പക്ഷേ കൃത്രിമമായിട്ട് കടന്നുകൊണ്ട് പോകുന്ന മൂലം എക്സ്പ്ലോഷൻ്റെ അളവ് കൂടുതൽ കാണിക്കേണ്ടി വരും. എക്സ്പ്ലോഷനിൽ ഒരു ദിവസം 10 പോയിൻ്റാണ് കാണിക്കണമെങ്കിൽ 100 പോയിൻ്റ് അടിച്ചാൽ ഇത്രയും കല്ലുവിടെ അടിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും കണക്കിലില്ല. കാരണം ആ സാധനങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കണം. അത് മാത്രമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഞങ്ങളോട് സഹകരിക്കണം. കാരണം ഞങ്ങളുടെ ഈ പ്രശ്നം, രാജഗിരിയുടെ ഈ പ്രശ്നം വേണ്ട വിധത്തിൽ നിങ്ങൾ മറ്റുള്ള മേഖലകളിലേക്കും മാധ്യമങ്ങളിലേക്കും ഒക്കെ എത്തിക്കാനുള്ളൊരു നടപടി കേരളത്തിലെ നിങ്ങൾ ഒരു സ്വീകരിക്കണം. അത് മാത്രമേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. എന്തായാലും ഞങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് ശക്തമായിട്ട് തന്നെ പോകും. ഇനിയും പാസ് ഇല്ലാതെ പോകുന്ന വാഹനങ്ങൾ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ തടയാനുള്ള ഒരു നടപടി തന്നെ ഞങ്ങൾ സ്വീകരിക്കും. അതിനകത്ത് എന്ത് നടപടി ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നു ഞങ്ങൾക്കെതിരെ ഉണ്ടായാലും പോലീസിൻ്റെ കേസ് വന്നാലും ഞങ്ങൾ ഈ രാജ്യത്തെ നിയമം പാലിക്കാൻ വേണ്ടി മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അതില്ലാതെ വന്നാൽ ഞങ്ങൾക്ക് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും മാത്രമേ പറയാനുള്ളൂ.
സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.